എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പ്രിപ്പറേഷനൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എക്സാമൊക്കെ എന്തായാലും ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനൗൺസ് ചെയ്ത അടുത്ത ഡേറ്റിലെ എന്തായാലും എക്സാം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ ലാസ്റ്റ് തന്ന വീഡിയോ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് ആയിരുന്നു. ആ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിൽ കുറച്ച് പോർഷൻ കൂടി പെൻഡിങ്ങിലുണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് തരാൻ പറ്റാതിരുന്നത്. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നമുക്ക് അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും കൂടി ചേർന്നതാണ്. ഓപ്ഷൻസ് ഉണ്ട്, 50 മാർക്ക്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലും വല്ലപ്പോഴും വരുന്ന ടോപ്പിക്കുകളാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ, നെറ്റ് റവന്യൂ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറും അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ഡിപ്രീസിയബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ ഇലക്ട്രിസിറ്റി കമ്പനീസ് ആക്ട് പ്രകാരം ആവണം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, മെമ്മറിയിൽ എല്ലാ അസറ്റുകളുടെ റേറ്റുകൾ മനസ്സിലുണ്ടാവണം. ആ റേറ്റുകൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ആ റേറ്റുകൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. വെയ്റ്റഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനാണ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള തിയറി പാർട്ടൊക്കെ നമ്മൾ ഓൾറെഡി വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രോബ്ലം പാർട്ടിൽ നമുക്ക് ബാക്കിയുള്ളത് ഡിപ്രീസിയേഷൻ, വെയ്റ്റഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനും അതേപോലെ ഇക്വിറ്റിയുടെ കാൽക്കുലേഷനും വരുന്നുണ്ട്. ഈ രണ്ട് കാൽക്കുലേഷൻസ് മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ അക്കൗണ്ടിങ് പ്രോസസ്സിൽ റീസെൻ്റ്ലി കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേഞ്ചസ് ഒക്കെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ അതിൽ അയച്ചെന്ന പേപ്പറിൽ ഒരു റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ കൂടാതെ പ്രിപ്പറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഇപ്പോഴും നമുക്ക് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. മീൻസ് ആക്ട് പ്രകാരം റേറ്റ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മെമ്മറിയിൽ ഉണ്ടാവണം. അത് ഡയറക്റ്റായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുക. ഇൻഡിവിജ്വൽ അസറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആക്ട് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ വെയ്റ്റഡ് റേറ്റ് കിട്ടും. ഇനി ടോട്ടൽ ക്യാപിറ്റലാണ് ഡയറക്റ്റായിട്ട് തന്നതെങ്കിൽ, ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് ആണ് തന്നതെങ്കിൽ ഇൻഡിവിജ്വൽ അസറ്റുകൾ തരുന്നില്ല എങ്കിൽ ആവറേജ് ബേസിസിലും കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇൻഡിവിജ്വൽ ബേസിസിലാണ് തരുന്നതെങ്കിൽ, മീൻസ് സെപ്പറേറ്റ് ഓരോ അസറ്റുകൾ തരുന്നു, അതിൻ്റെ റേറ്റ് മെമ്മറിയിൽ ഉണ്ടാവണം. ആ റേറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ വെയ്റ്റഡ് റേറ്റ് കിട്ടും. ഇതിൽ ഫ്രീ ഹോൾഡ് പ്രെമിസസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം. ലാൻഡ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷമുള്ള അസറ്റിൻ്റെ മുകളിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ അഡീഷണൽ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ പേജ് നമ്പർ 211 ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള റേറ്റ് തന്നിട്ടുണ്ട്. ലാൻഡ് അണ്ടർ ഫുൾ ഓണർഷിപ്പ്, ലാൻഡ് ഡിപ്രീസിയബിൾ അസറ്റ് അല്ല, അതിൻ്റെ റീസൺസ് ഒക്കെ വിശദമായിട്ട് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. അതിന് റേറ്റ് വേണ്ട. ലാൻഡ് അണ്ടർ ലീസിന് വാങ്ങിച്ച ലാൻഡാണ് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കമ്പനി യൂസ് ചെയ്യുന്നെങ്കിൽ 3.34. അങ്ങനെ ഓരോ അസറ്റുകൾക്കുള്ള റേറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ റേറ്റ് മെമ്മറിയിൽ സൂക്ഷിക്കുക. ആ റേറ്റ് ഓരോ ഇൻഡിവിജ്വൽ അസറ്റിന്റെ എമൗണ്ടിന് മുകളിൽ അപ്ലൈ ചെയ്യുക. ടോട്ടൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ആ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദ ഡിപ്രീസിയബിൾ അസറ്റ് ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ വെയ്റ്റഡ് റേറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ അതിലെല്ലാം വിശദമായിട്ട് തന്നിട്ടുണ്ട്. ഒരു 10 പോയിന്റായിട്ട് തന്നിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ വ്യക്തമായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ വെയ്റ്റഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഓരോ ഇൻഡിവിജ്വൽ അസറ്റുകളുടെയും ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് സ്പെസിഫിക് മീൻസ് ആക്ട് പ്രകാരം തന്ന റേറ്റ് പ്രകാരം ഉള്ള ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ആ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെയ്റ്റഡ് റേറ്റ് കിട്ടും. ബട്ട് ഇവിടെ ഫ്രീ ഹോൾഡ് ലാൻഡ് എടുക്കാൻ പറ്റില്ല എന്ന് മാത്രം. ബാക്കിയുള്ളതൊക്കെ എടുക്കാം. ലാൻഡിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ലിമിറ്റ് ഇല്ലല്ലോ. അതാണ് ലാൻഡിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചെയ്യാം. സോ അവിടെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലസ്ട്രേഷൻ നമ്പർ 13 ഉണ്ട്. ഡയറക്റ്റായിട്ട് ഓരോ ഇൻഡിവിജ്വൽ അസറ്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ലാൻഡ് അണ്ടർ ഫുൾ ഓണർഷിപ്പ്, അത് ഫ്രീ ഹോൾഡ് ലാൻഡ് ആണ്. അതിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ വേണ്ട. ലാൻഡ് അണ്ടർ ലീസ് ആണെങ്കിൽ 3.34% ആവാം. ഓക്കെ. അപ്പോൾ ഓരോ അസറ്റുകളുടെയും റേറ്റ് എമൗണ്ട് ഇൻറ്റു റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
റേറ്റ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കണ്ടതിന് ശേഷം എല്ലാ അസറ്റുകളും കൺസിഡർ ചെയ്തതിന് ശേഷം ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ വെയിറ്റഡ് റേറ്റ് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് സാധ്യത വളരെ കുറവാണെങ്കിലും അഥവാ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിലെ ആ റേറ്റുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ റേറ്റ് തരുമൊന്നുമില്ല. അപ്പോൾ റേറ്റ് നമ്മൾ മെമ്മറിയിൽ സൂക്ഷിക്കണം എന്ന് മാത്രമാണ്. അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ റേറ്റ് മെമ്മറി മാത്രമാണ്. ദെൻ ചിലപ്പോൾ എന്ത് തരില്ല, ഓരോ ഇൻഡിവിജ്വൽ എസറ്റുകൾ തരില്ല. ചിലപ്പോൾ വെയിറ്റഡ് റേറ്റ് തരും. വെയിറ്റഡ് റേറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആവറേജ് ബേസിസിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 14 എങ്ങനെയാണ് ക്വസ്റ്റിനിൽ പറയുന്നത്? കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ആസ് പെർ 2009 റെഗുലേഷൻസ് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഓഫ് എനർജി ജനറേഷൻ പ്രോജക്ട്. കമേഴ്സ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 1/9/2010. The details of actual expenditure incurred up to the date of commercial operation 1/9/2010 and the projected expenditure to be incurred from the date of commercial operation up to 31st March 2014 for the asset under transmission system. The details of apportioned approved cost as on the date of commercial operation and the projected expenditure to be incurred for the above mentioned asset is summarized below. Apportionment approved cost 4 lakh, approved cost total capital expenditure cost 4,20,000 ആണ്. ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് കമേഴ്സ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 4 lakhs വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻസസ് ആണ് കേട്ടോ. പ്രൊപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ ഡേറ്റ് ഓഫ് കമേഴ്സ്യൽ ഓപ്പറേഷൻ ടു 31st March 2011 1 lakh ആണ്. പ്രൊപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ഫോർ 2011-2012 20,000 ആണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ബഡ്ജറ്റ് 5,20,000 ആണ്. റേറ്റ് ആവറേജ് റേറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ 2010-2011 5.3, അടുത്ത 5.2, 5.2, then 5.2 റേറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റഡ് റേറ്റ് തന്നിട്ടുണ്ട്. ഈ വെയിറ്റഡ് റേറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ ലോജിക് മനസ്സിലായി കാണുമല്ലോ. അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 20,000 lakhs ഹാസ് ബീൻ കൺസിഡേർഡ് ഔട്ട് ഓഫ് 1 lakh ഫോർ ദ ഇയർ 2010-2011. അപ്പോൾ ആക്ച്വൽ സ്പെൻഡഡ് എമൗണ്ട് 20,000 ആണ്. ഓൾറെഡി സ്പെൻഡ് ചെയ്ത് 4 lakh ആണ്. And no further additional capital expenditure has been considered as capital cost has been restricted to a portion of the approved cost in the absence of revised capital expenditure. Okay, അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് 2010 19/2010 അതിന്റെ ഇയറിന്റെ എൻഡ് 2011 ആണ്. ദാറ്റ് ഈസ് 2010-2011 സ്പെൻഡ് ചെയ്ത എമൗണ്ട് 4 lakh ആണ്. അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻസസ് എത്രയാ? പ്രപ്പോസ്ഡ് 1 lakh ആണെങ്കിൽ എത്ര? ആക്ച്വലി 20,000 ആണ്. അങ്ങനെ ടോട്ടൽ capital cost that is known as per act known as gross block 4,20,000 ആണ്. അപ്പോൾ 4 lakh plus 20,000. So closing average amount opening amount 4 lakh, additional amount 20,000. ഞാൻ ഫസ്റ്റ് ഇയർ ആണ് സംസാരിക്കുന്നത്. 4 lakh opening, additional 20,000, closing 4,20,000. So average എടുക്കുക. opening figure 4 lakh, additional cost സ്പെൻഡ് ചെയ്തതിന് ശേഷം 4,20,000 divided by 2. That is average 4,10,000. So first year weighted rate 5.3. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ജസ്റ്റ് 7 months മാത്രമേ വരുന്നുള്ളൂ. കാരണം കമേഴ്സ്യൽ ഓപ്പറേഷൻ 1/9/2010 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ എത്രയാ? 4,10,000 into weighted rate 5.3 divided by 100 into 7 divided by 12. അങ്ങനെ 12,676 രൂപ. റൗണ്ടഡ് ഫിഗർ 76 രൂപ വരും. അതേപോലെ സെക്കൻഡ് ഇയർ അത്ര അഡീഷണൽ എക്സ്പെൻസസ് ഒന്നുമില്ല. 4,20,000 ആണ്. അഡീഷണൽ എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് ക്ലോസിംഗ് എമൗണ്ടും എത്ര തന്നെ 4,20,000 ആണ്. ക്ലോസിംഗ് ഗ്രോസ് ബ്ലോക്ക് 4,20,000 ആണ്. സോ ആവറേജ് 4,20,000 ആണ്. സോ ആ വർഷത്തെ റേറ്റ് 5.2 ആണ്. 4,20,000 into 5.2 divided by 100 into എത്ര? 12 months. ഒരു വർഷത്തേക്കാണ്. 7 മാസമായിരുന്നു ഫസ്റ്റ് ഇയർ. ഇപ്പോൾ 12 months. സോ 21,840 വരും. അതേപോലെ തേർഡ് ഇയറിലും 2012-2013 4,20,000 അഡീഷണൽ എക്സ്പെൻസസ് ഇല്ല. ആവറേജ് 4,20,000 തന്നെയാണ്. സോ റേറ്റ് എത്ര? 5.2 ആണ്. അപ്പോൾ ബാക്കിയുള്ളൊക്കെ റേറ്റ് സെയിം ആണ്. അഡീഷണൽ എക്സ്പെൻസ് ഇല്ലതാണ്. 5.2 ആണ്. സോ ഫസ്റ്റ് ഇയറിൽ മാത്രം ജസ്റ്റ് ഫോർ 7 months എത്ര? 12,676. ദെൻ സെക്കൻഡ് ഇയറിൽ 21,840. കാരണം ബാക്കിയുള്ള എല്ലാ ഇയറിലും വെയിറ്റ് റേറ്റ് 5.2 ആണ്. ഇവിടെ ഫ്രീ ഹോൾഡ് പ്രൊമിസസിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്നില്ല. അഥവാ ഫ്രീ ഹോൾഡ് പ്രൊമിസസിന്റെ കാര്യം, ഫ്രീ ഹോൾഡ് ലാൻഡിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആവറേജ് ക്യാപിറ്റൽ കോസ്റ്റിന്റെ അകത്ത് ഫ്രീ ഹോൾഡ് ലാൻഡിന്റെ വാല്യൂ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിന്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇലിസ്ട്രേഷൻ നമ്പർ 15. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അപ് ടു 2013-14 ആസ് പെർ 2009 റെഗുലേഷൻ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഓഫ് XYZ പവർ ജനറേഷൻ പ്രോജക്ട്.
Date of commercial operation 11th January 1996. Beginning of the current year 1st April 2011 ആണ്. Useful life 35 years. Useful life 35 years. അവിടെ capital cost at the beginning at 222 crores ആണ്. Additional capitalization during the year, additional cost 10.56, അടുത്ത വർഷം 29.44. വാല്യൂ ഫ്രീ ഹോൾഡ് ലാൻഡ് ഉണ്ട്, ഫ്രീ ഹോൾഡ് ലാൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉള്ളതാണ് ടോട്ടൽ 12. ഡിപ്രീസിയേഷൻ റിക്കവേർഡ് അപ് ടു 2009-2010 48.60 ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത്. 2010-2011 5.40 ആണ്. ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ at the beginning of the year are as per tariff order financial year 2011-2000. So yearly changes ഒക്കെ വരാറുണ്ട്. Then ഇവിടെ യൂസ്ഫുൾ ലൈഫ് അടക്കം തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ റിക്കവേർഡ്, അപ്പോൾ ഇയർലി ഡിപ്രീസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അവിടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 14 ഫ്രീ ഹോൾഡ് ലാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 15 ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കോസ്റ്റും തരുന്നുണ്ട്, ഫ്രീ ഹോൾഡ് ലാൻഡിന്റെ വാല്യൂ തരുന്നുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കോസ്റ്റ് സോ 2011-2012 അത്ര 222 crores ആണ്. ആ വർഷം അഡീഷണൽ ഇല്ല, ആ വർഷം അഡീഷണൽ കോസ്റ്റ് ഇല്ല. സോ ക്ലോസിംഗ് എമൗണ്ടും സെയിം, ആവറേജ് 222 crores തന്നെയാണ്. അതിൽ ഫ്രീ ഹോൾഡ് ലാൻഡ് എത്രയാണ് 12 crore ഉണ്ട്. 12 crore കുറച്ചതിന് ശേഷം എത്ര 210 crores ആണ് ആവറേജ്. അപ്പോൾ ഫ്രീ ഹോൾഡ് ലാൻഡ് കുറക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ 10% സ്ക്രാപ്പ് വേണമെന്നാ. അപ്പോൾ ഡിപ്രീസിയേഷൻ 210ന്റെ മുകളിൽ പറ്റില്ല, 210ന്റെ 10% കുറച്ചിട്ടുള്ള ഫിഗറിന്റെ മുകളിൽ വേണം. സ്ക്രാപ്പ് 10 ആണ്. 189 വരും. 189 ഓൾറെഡി ചാർജബിൾ എമൗണ്ട് എത്രയാ 48.6 പ്ലസ് 5.4 ആണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ 135 വരും. 135 എപ്പോഴും സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്താൽ ബാലൻസ് യൂസ്ഫുൾ ലൈഫ് 2011-2012 മീൻസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് 11th January 1996 ആണ്. സോ ബാലൻസ് ഇയേഴ്സ് എന്ന് പറയുന്നത് 20 years വരും. അപ്പോൾ 135 ആണ് ഡിപ്രീസിബിൾ എമൗണ്ട്. 135 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ എത്ര വരും 6.75 ഈച്ച് വരും. ബാക്കിയുള്ള വർഷങ്ങളിൽ ചാർജ് ചെയ്യേണ്ട സ്ട്രേറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ 6.75 crore ആണ്. 6.75. അപ്പോൾ ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ 2011-2012 എമൗണ്ട് അടക്കം എത്ര ഫസ്റ്റ് ഇയർ 10.56 പ്ലസ് ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ 2011-2012 എത്ര 6.75 ആണ്. 75 ഇതുവരെയൊക്കെ ചാർജ് ചെയ്ത് 48.60 പ്ലസ് 5.40 പ്ലസ് 2011-2012 എമൗണ്ട് പ്ലസ് 6.75 അങ്ങനെ ടോട്ടൽ 60.75 വരും. അപ്പോൾ അടുത്ത വർഷം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ 2012-13 222 ആണ്. അഡീഷണൽ എക്സ്പെൻസ് ഉണ്ട്. അത്ര 10.56 ആണ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 232.56 ക്ലോസിംഗ് വരും. സോ ആവറേജ് ഓപ്പണിംഗ് ഫിഗർ പ്ലസ് ക്ലോസിംഗ് ഫിഗർ ഡിവൈഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ 227.28 വരും. അതിൽ ലാൻഡിന്റെ വാല്യൂ കുറയ്ക്കുക. അപ്പോൾ ആവറേജ് ക്യാപിറ്റൽ കോസ്റ്റ് 215.28 വരും. അതിൽ 10% കഴിച്ച് എത്രയാണ് 90% ഡിപ്രീസിയബിൾ ആണ്. 193.75 വരും. 193.75 ഡിപ്രീസിയേഷൻ റിക്കവേർഡ് എത്രയാണ് 2011-2012 എമൗണ്ട് അടക്കം 60.75 വരും. 133 crores ആണ് ഡിപ്രീസിയബിൾ എമൗണ്ട്. 10% മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ സ്ക്രാപ്പ് 10% ആവണം. അപ്പോൾ അത് 19 വർഷത്തേക്കാണ്. സോ 133 ഡിവൈഡഡ് ബൈ 19 years ദാറ്റ് ഈസ് 7 crores വരും. 7 crore. അപ്പോൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയാവും 60.75 പ്ലസ് 60.75 പ്ലസ് 7. അപ്പോൾ 67.75 വരും. അടുത്ത വർഷം ശ്രദ്ധിക്കണം. അടുത്ത വർഷം 2013-14 ക്യാപിറ്റൽ കോസ്റ്റ് 232.56 ദാറ്റ് ഈസ് ക്ലോസിംഗ് ലാസ്റ്റ് ഇയറിന്റെ ക്ലോസിംഗ് റേറ്റ്. അഡീഷണൽ കോസ്റ്റ് ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട്. ഇനി ആ വർഷം എത്ര വരുന്നുണ്ട് 29.44. അങ്ങനെ ക്ലോസിംഗ് 262 crores ആണ്. ആവറേജ് എടുക്കുക
അതിൽ ഏതടക്കം വരുന്നുണ്ട്? ലാൻഡ് അടക്കം വരുന്നുണ്ട്. ലാൻഡ് വാല്യൂ കുറക്കുന്നു. അപ്പോൾ ഡിപ്രീസിയബിൾ എമൗണ്ട് കിട്ടും. 235.28ന്റെ 90%. അപ്പോൾ ഓൾറെഡി 67.75 ഡിപ്രീസിയേഷൻ ആയിട്ടുണ്ട്. സോ ബാക്കിയുള്ള എമൗണ്ട് 144 എത്ര വർഷത്തേക്ക്? 18 വർഷത്തേക്ക് ചെയ്യണം. 18 വർഷത്തേക്ക്. ദാറ്റ് ഈസ് 144 crores divided by 18 വർഷം, ദാറ്റ് ഈസ് 8. അപ്പോൾ ഇൻഡിവിജ്വൽ അസറ്റുകൾ സെപ്പറേറ്റ് തരുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ആവറേജ് ബേസിസിൽ കാൽക്കുലേഷൻ ചെയ്യണം. എക്സാമിന് വരുന്നത് ഇൻഡയറക്റ്റ് വേലല്ല, കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഡിപ്രീസിയേഷൻ ഇൻഡിവിജ്വൽ അസറ്റുകൾ തന്നിട്ട് സെപ്പറേറ്റ് റേറ്റ് അപ്ലൈ ചെയ്ത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെയിറ്റ് റേറ്റ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ വെയിറ്റ് റേറ്റ് തന്നതിന് ശേഷം ആവറേജിന്റെ ബേസിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട്, ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കാം. പിന്നീട് നമുക്ക് ഈ ടോപ്പിക്കിൽ വരുന്ന ഇക്വിറ്റി കാൽക്കുലേഷൻ ആണ്. ഇക്വിറ്റി കാൽക്കുലേഷൻ മാത്രമാണ്. ഡിപ്രീസിയേഷൻ ബാക്കിയുള്ള അഡീഷണൽ ക്വസ്റ്റൻ ഒക്കെ നോക്കിക്കോളും. ക്ലിയർ ആവുന്നതിലേക്ക് ഞാൻ ക്ലിയർ ആക്കി തരാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഫോർ ദ പർപ്പസ് താരിഫ് ആസ് പെർ റെഗുലേഷൻ 21 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഓപ്പണിംഗ് ഇക്വിറ്റി. അപ്പോൾ അതിൽ ഓപ്പണിംഗ് ഇക്വിറ്റിയുടെ 30%, ഓപ്പണിംഗ് ഇക്വിറ്റിയുടെ ക്യാപിറ്റലൈസേഷന്റെ 30%, അതുകൂടാതെ അഡീഷണലിന്റെ 30% ആവണം. പേജ് നമ്പർ 218 നോക്കിയാൽ മതി. ഇക്വിറ്റി കാൽക്കുലേഷനും അതും ഒരേ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ ഇല്ലസ്ട്രേഷൻ നമ്പർ 17 നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആസ് പെർ റെഗുലേഷൻ. റിട്ടേൺ ഓൺ ഇക്വിറ്റി റേറ്റ് 14% ആണ് കേട്ടോ. 14% അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ബാങ്കിങ് കമ്പനീസിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ട്. അത് നമ്മുടെ സിലബസിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലുള്ളൊരു ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള കാൽക്കുലേഷൻ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി റേറ്റ് 14%. പ്രസന്റ് റേറ്റ് 14% ആണ്. കമേഴ്സ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത 1 April 2010 ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കോസ്റ്റ് 15 lakhs ആണ്. ഡീറ്റെയിൽഡ് അലവൻസ്, അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റീപേയ്മെന്റ് ലോൺ ആൻഡ് വെയിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ആസ് ഫോളോസ്. Additional capital expenditure first year 1 lakh, second year 30,000, third year 20,000, then fourth year 10,000 ആണ്. അപ്പോൾ അതിൽ ഓപ്പണിംഗ് കോസ്റ്റ് 15 lakhs ആണ്. ആ 15 lakhs മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. ആക്ട് പ്രകാരം 15 lakhsന്റെ 30%. 15 lakhsന്റെ 30% 4,50,000 ആണ്. അപ്പോൾ ആ വർഷത്തെ അഡീഷണൽ ക്യാപിറ്റൽ കോസ്റ്റ് 1 lakh ആണ്. ആ 1 lakhന്റെ 30%. അപ്പോൾ ഓപ്പണിംഗ് ടോട്ടൽ കോസ്റ്റിന്റെ 30% പ്ലസ് അഡീഷണലിന്റെ 30%. അപ്പോൾ 4,50,000 പ്ലസ് 30,000 ക്ലോസിംഗ് കിട്ടി 4,80,000 വരും. ആവറേജ് 4,50,000 പ്ലസ് 4,80,000 ഡിവൈഡഡ് ബൈ 2 4,65,000 വരും. അതിന്റെ 14% ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100 ആണ്. 65 ഒരു 100 വരും ഈ ഇല്ലസ്ട്രേഷൻ പ്രകാരം. സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രം സെക്കൻഡ് ഇയറിന്റെ കാൽക്കുലേഷൻ ചെയ്യാം. സോ സെക്കൻഡ് ഇയറിലെ ക്ലോസിംഗ് എത്രയാണ്? ക്ലോസിംഗ് കിട്ടി 4,80,000 ആണ്. ആ സെക്കൻഡ് ഇയറിന്റെ അഡീഷണൽ എക്സ്പെൻസ് എത്ര? 30,000 ആണ്. അതിന്റെ 30% എടുക്കുക 9,000 വരും. അങ്ങനെ 4,89,000. ആവറേജ് 4,80,000 പ്ലസ് 4,89,000 ഡിവൈഡഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ 4,84,500. അതിന്റെ 14%. അപ്പോൾ സെക്കൻഡ് ഇയറിന്റെ ക്ലോസിംഗ് കിട്ടിയാണ് തേർഡ് ഇയറിന്റെ ഓപ്പണിംഗ് കിട്ടി 4,89,000. ആ വർഷത്തെ എമൗണ്ട് എത്ര വരിക? 20,000ന്റെ 30%, 6,000. അങ്ങനെ 4,95,000. ആവറേജ് 4,92,000. അതിന്റെ 14%. ലാസ്റ്റ് ഇയർ 4,95,000 ആണ് തേർഡ് ഇയറിന്റെ ക്ലോസിംഗ് കിട്ടി. 30,000ന്റെ 30% 3,000. അങ്ങനെ ക്ലോസിംഗ് 4,98,000. ആവറേജ് 4,96,500. അതിന്റെ 40%. ഇത് ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി കാൽക്കുലേഷൻ ആണ്. സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ 14% ആണ്. അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ കാര്യങ്ങളൊന്നും വരാറില്ല. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഇല്ല. അത് ജസ്റ്റ് ഒരു എന്താ പറയാ, ഇതുവരെ എക്സാമിന് വന്നത് റവന്യൂ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ, നെറ്റ് റവന്യൂ ആൻഡ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇപ്പോൾ എപ്പോഴാണ് ഇതിനെ കമ്പനീസ് ആക്ട് പ്രകാരം വരുന്നത്. ബട്ട് ആസ് പെർ സ്റ്റാറ്റ്യൂട്ട് ആണെന്ന് പറയും. ആസ് പെർ സ്റ്റാറ്റ്യൂട്ട് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിങ് കമ്പനികൾ തന്നെയാണ്. ബട്ട് കമ്പനീസ് ആക്ട് 2013 അല്ല, സ്റ്റാറ്റ്യൂട്ട് ബാങ്ക് റെഗുലേഷൻ ആക്ട് ഫോളോ ചെയ്യണം. അതേപോലുള്ളതാണ് ഏത് ഇലക്ട്രിസിറ്റി കമ്പനീസും.
അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത് റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ, നെറ്റ് റവന്യൂ ആൻഡ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ. സ്കാനേഴ്സിലാണ് ഉണ്ടാവുക, സ്റ്റഡി മെറ്റീരിയൽ കാണില്ല, വല്ലപ്പോഴും ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നതാണ്. അതും എപ്പോഴും ഒരേ ടൈപ്പാണ് ക്വസ്റ്റൻ ഉണ്ടാവുക. പിന്നെ ഡിപ്രീസിയേഷൻ എങ്ങനെയൊക്കെ ഇൻഡിവിജ്വൽ അസറ്റുകൾ തന്നാൽ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം തന്നിരിക്കുന്ന റേറ്റ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വെയിറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. അതല്ല ഇൻഡിവിജ്വൽ അസറ്റുകൾ തരുന്നില്ലെങ്കിലോ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് തരും. ആ കോസ്റ്റിന്റെ ബേസിൽ ആവറേജ് ഒക്കെ കണ്ടെത്തിയിട്ട് ഈ ഇയർലി ഡിപ്രീസിയേഷൻ കാണേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി റേറ്റ് 14% ആണ്. ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റിന്റെ 30% എടുക്കുക. അതാത് വർഷം സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസിന്റെ 30% എടുക്കുക. ഇപ്പോൾ ക്ലോസിംഗ് ഇക്വിറ്റി കിട്ടും. ഓപ്പണിംഗ് ഇക്വിറ്റി പ്ലസ് ക്ലോസിംഗ് ഇക്വിറ്റി ഡിവൈഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ ആവറേജ് കിട്ടും. ആ ആവറേജ് എമൗണ്ടിന്റെ മുകളിൽ 14% അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ഇലക്ട്രിസിറ്റി കമ്പനീസിന് വരുന്നത്. ബാക്കിയുള്ള തിയറി പാർട്ടൊക്കെ വായിച്ചു നോക്കണം, കാരണം നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം. നിങ്ങൾ വാട്സാപ്പിൽ വോയിസ് ക്ലിപ്പോ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേപ്പറും ഒരുമിച്ച് തന്നെ അയച്ചു തരുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ തിരക്കായതുകൊണ്ട് വിട്ടുപോയതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, നെറ്റ് റവന്യൂ എങ്ങനെയാണ്, ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പേപ്പർ തരാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പേപ്പറും തരുന്നുണ്ട്. അതുകൂടാതെ ഡിപ്രീസിയേഷനും ഇക്വിറ്റിയുടെ കാൽക്കുലേഷനൊക്കെ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. ഇതേ സംഭവം തന്നെ സ്കാനറിൽ വല്ലപ്പോഴായിട്ട് എക്സാമിന് ക്വസ്റ്റ്യന് ചോദിച്ചതായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ക്ലാസ് അവസാനിപ്പിക്കുന്നില്ല, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.